ഹലോ എവരി വൺ, ശിവ ബ്ലെസ്സിങ്സ് ടാരോട്ട് റീഡിങ്ങിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്നൊരു നല്ല ദിവസം എല്ലാവർക്കും നേരുന്നു. അപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. അതിന് മുമ്പേ ഡിക്ലെയിമർ പറയുകയാണ്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആയിട്ടുള്ള റീഡിംഗ് ആണ്. അപ്പം നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോൾ തൊട്ട് നിങ്ങൾക്കിത് റെസണേറ്റ് ആവുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് എടുക്കുക, ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ സംഭവിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, ഇപ്പം നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഇന്ന് കിട്ടിയിരിക്കുന്ന വളരെ പോസിറ്റീവായിട്ടുള്ള കാർഡ്സാണ് കേട്ടോ. നിങ്ങൾക്ക് തന്നെ കാണുന്നുണ്ട് അല്ലേ, ക്യൂൻ ഓഫ് വാൻഡ്സ്. ഒന്ന് ആലോചിച്ച് നോക്കിയോളൂ. ഏറ്റവും നല്ല ഉറച്ച തീരുമാനം എടുത്തിരിക്കുന്ന ഒരാളാണ് കാണുന്നത്. നിങ്ങളുടെ തീരുമാനത്തിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പം ആ തീരുമാനത്തിൽ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകാനായിട്ടും എന്താണോ നിങ്ങളെടുത്ത തീരുമാനം അത് നിങ്ങൾ പ്രാവർത്തികമായിട്ട് എടുക്കും എന്നുള്ള കാര്യമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അത്രയും നിശ്ചയദാർഢ്യം എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഒരാളെയാണ് ക്യൂൻ ഓഫ് വാൻഡ്സ് കാണിക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫുൾ കാർഡും ഈസ് ഓഫ് വാൻഡ്സ് ഒക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതായത് നിങ്ങൾ ഒരു പുതിയ തുടക്കം അതുപോലെ തന്നെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിലുള്ള നല്ല രീതിയിലുള്ള ഒരു മുന്നേറ്റവും ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ, ഇപ്പോൾ 6 ഓഫ് സോർട്സ് പറയുന്നത് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ അന്നൊക്കെ നിങ്ങൾ അത് ഉപേക്ഷിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ മറന്നു കളഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങളുടെ ലക്ഷ്യത്തിൽ മാത്രം ഊന്നി നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭാഗ്യചക്രം നമുക്ക് വേണ്ടി കറങ്ങും എന്നുള്ള കാര്യമാണ്. നമുക്ക് നമ്മുടെ രീതിയിലേക്ക് വരും എന്നുള്ള ഒരു സൂചനയാണ് ഇവിടെ നൽകുന്നത്. സൂചനയല്ല, അത് ശരിക്കും നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലായിരിക്കാം, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും അവിടെയൊക്കെ നിങ്ങൾക്ക് ഒരു ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഈ കാർഡിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ നിങ്ങളൊരു ലക്ഷ്യബോധത്തോടു കൂടി മുന്നോട്ട് പോകുന്നതാണ് പേജ് ഓഫ് പെൻറ്റക്കിൾ പറയണത്. അതായത് നിങ്ങൾ ഉറച്ച തീരുമാനത്തോടു കൂടി ലക്ഷ്യബോധത്തോടു കൂടി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പം അത്രയും നിശ്ചയദാർഢ്യം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾ പോസിറ്റീവായിട്ടാണ് തിങ്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ തീരുമാനങ്ങളെല്ലാം എടുക്കുന്നതും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണെന്നുള്ള കാര്യമാണ് കാർഡുകൾ കാണിക്കുന്നത്. ഇതൊക്കെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നമ്മുടെ കാര്യങ്ങളിലേക്കും തിരിയുമ്പോൾ നമ്മൾ പോസിറ്റീവായിട്ടിരിക്കുമ്പോഴൊക്കെ നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നന്നാവും എന്നുള്ള കാര്യം അറിയാം അല്ലേ. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ നമ്മുടെ ആ പോസിറ്റിവിറ്റിയിലേക്ക് അട്രാക്റ്റ് ചെയ്യപ്പെടും. അപ്പോൾ അതുപോലെ തന്നെയാണ് അല്ലേ 10 ഓഫ് കപ്സ് പറയുന്നത്. നിങ്ങളുടെ കുടുംബപരമായിട്ടുള്ള ഉയർച്ചയും ഉന്നതിയാണ്. അവിടെയെല്ലാം സമൃദ്ധി അല്ലെങ്കിൽ ഐശ്വര്യം ഒക്കെ വരും എന്നുള്ള കാര്യമാണ്. അപ്പം ഒന്നും ചിന്തിക്കാതെ നിങ്ങൾ ലക്ഷ്യം മാത്രം ഊന്നിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. ബാക്കി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും എന്നുള്ള കാര്യമാണ്. അപ്പം നിങ്ങളുടെ ഭാഗ്യചക്രം നിങ്ങൾക്ക് വേണ്ടി കറങ്ങാൻ തുടങ്ങും, അല്ലെങ്കിൽ തിരിയാൻ തുടങ്ങും. നിങ്ങളിലേക്ക് ഐശ്വര്യവും അതുപോലെ തന്നെ സമൃദ്ധിയൊക്കെ വരും എന്നുള്ള കാര്യം ഈ കാർഡുകളിൽ വ്യക്തമായി കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ടിരിക്കുക, സമാധാനത്തോടു കൂടി ഉള്ള കാര്യങ്ങൾ ചെയ്യുക. നിങ്ങളുടെ ലക്ഷ്യം എന്താണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഗോൾസ് എന്താണോ അതിലേക്ക് മാത്രം ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക, മുന്നോട്ട് പോവുക. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളുടെ സാഹചര്യത്തിനനുസരിച്ച് അനുകൂലമായി വരും എന്നുള്ള കാര്യമാണ് ഇന്നത്തെ ഒരു ഡിവൈനായിട്ട് നമുക്ക് തരുന്ന മെസ്സേജ്. അപ്പോൾ ഇത് റെസണേറ്റ് ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത ദിവസം നമുക്കൊരു പുതിയ റീഡിങ്ങുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളൊക്കെ ദൈവത്തിൽ സമർപ്പിക്കുക കേട്ടോ. എന്ത് പ്രാർത്ഥിച്ചാലും പ്രാർത്ഥനയിലാണ് നമ്മുടെ ശക്തി ഇരിക്കുന്നത്.
അപ്പം അത് മനസ്സിൽ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.